നല്ല ടേസ്റ്റിയും സ്പൈസിയും എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചക്ക് ലഞ്ചിനോ രാത്രിയൊക്കെ കഴിക്കാം. നമ്മുടെ ദാഹവും വിശപ്പും എല്ലാം കെടും. ഏതൊരു കാലാവസ്ഥയിലും വളരെ ഹെൽത്തിയാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതി. കുറച്ച് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ തക്കാളി മതിയല്ലോ, അതല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ വേണ്ടത് മക്കറോണിയാണ്. പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം റെസിപ്പിയിലേക്ക് കിടക്കാം. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നന്നായിട്ട് പഴുത്ത ഇതുപോലത്തെ 4 തക്കാളി എടുക്കാം കേട്ടോ. ഒരു മീഡിയം ലാർജ് സൈസ് തക്കാളിയാണിത്. അതിന്റെ കടഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ട് 4ആയിട്ട് മുറിച്ച് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് 4ആയിട്ട് വരഞ്ഞാൽ മതി കേട്ടോ, കംപ്ലീറ്റ് മുറിക്കണ്ട. ഇനി ഇതിലേക്ക് തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 കപ്പ് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 3-4 വിസില് കുക്ക് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് തക്കാളി വെന്തുടയണം. അടുത്തതായിട്ട് നമുക്ക് മക്രോണി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 കപ്പ് മക്രോണിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്രോണി വെവാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ. ഇത് അടിയിൽ പോയി പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിപ്പോ കംപ്ലീറ്റ് കുക്ക് ആയിട്ടുണ്ടാവില്ല കേട്ടോ, കുറച്ചും കൂടി കുക്ക് ആവാനുണ്ടാവും. അപ്പൊ തിളച്ച വെള്ളത്തിൽ തന്നെ ഒരു 5 മിനിറ്റും കൂടി ഇട്ടേക്കുക. അതിനുശേഷം സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സ്ട്രെയിൻ ചെയ്ത് മാറ്റാം കേട്ടോ, അല്ലെങ്കിൽ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ കലങ്ങി പോകും. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിൽ 1/4 കപ്പ് വെള്ളം എടുക്കാം കേട്ടോ. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ആട്ടോ, അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കോൺഫ്ലവർ ഇടാന്നുണ്ടെങ്കിൽ സൂപ്പിന് ഇച്ചിരി കൂടി ഒരു തിക്നെസ് കിട്ടും. പിന്നെ നല്ലൊരു റിച്ച് ഫ്ലേവറും തരും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തക്കാളി 3-4 വിസിൽ കുക്കായി. ഇപ്പൊ വിസിൽ കംപ്ലീറ്റ് പോയി ഇരിപ്പുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കാം. തക്കാളിയുടെ പുറമേ നിന്നുള്ള ആ തൊണ്ടുണ്ടല്ലോ അതെടുത്ത് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ സൂപ്പിലൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും കുടിക്കുന്ന സമയത്തൊക്കെ. തൊണ്ട കംപ്ലീറ്റ് എടുത്ത് മാറ്റിയ ശേഷം ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. സൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സൂപ്പ് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചെടുക്കാം. കൂടുതൽ ഹെൽത്തി ആക്കാനായിട്ട് നിങ്ങളുടെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടില്ലാന്നുണ്ടെങ്കിൽ ഫാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഒരു പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിള്ളേരൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എരിവ് ഇടാം. പച്ചമുളക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എരിവ് വേണ്ടവര് ഇട്ടാൽ മതി. സൂപ്പിലേക്ക് വെജിറ്റബിൾസ് ഒന്നും ചതച്ചിടരുത് കേട്ടോ, ഒക്കെ അരിഞ്ഞ് തന്നെ ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഇതൊക്കെ വഴറ്റിയെടുത്തത്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത സവാള 1/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാളയുടെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു മീഡിയം സവാളയുടെ പകുതി. ഇത് ഇനി കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ട്രാൻസ്പെറന്റ് ആവണം കേട്ടോ. സവാള ഇപ്പൊ കുക്ക് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്ത ക്യാരറ്റ് 1/2 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ഞാൻ മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മീഡിയം ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാരറ്റ് ഒന്ന് കുക്കായി വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ടെടുത്തത്. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ക്യാരറ്റ് ഒരു 1/2 ഭാഗം കുക്കായ ശേഷം ഇട്ടെടുക്കാം കേട്ടോ. ക്യാരറ്റ് ഇപ്പോൾ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റിന്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടെടുക്കാം. എൻ്റെ 2-3 ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ക്യാരറ്റും ക്യാപ്സിക്കം തക്കാളിയും മാത്രം എടുത്താലും മതി. ക്യാരറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയന്റും 1/4 കപ്പ് വെച്ചാട്ടോ എടുത്തേക്കുന്നത്. ക്യാരറ്റ് മാത്രം 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി എല്ലാ വെജിറ്റബിൾസും കൂടി 1 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. വെജിറ്റബിൾസിന് മാത്രം ആവശ്യമുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ സൂപ്പിൽ ഉപ്പ്, പുളി, മധുരം പിന്നെ എരിവൊക്കെ പാകത്തിന് നിൽക്കണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ചിടാം കേട്ടോ. നമ്മൾ തക്കാളി വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, മക്രോണി വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഉപ്പ് പാകത്തിന് നോക്കിയിടാം കേട്ടോ. ഇപ്പൊ ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മക്രോണി വേവിച്ചത് ഇട്ടെടുക്കാം. എന്റെ മക്രോണി വേവ് ഇച്ചിരി കൂടി പോയിട്ടോ. തിളച്ച വെള്ളത്തിൽ കുറച്ചധികം സമയം കിടന്നായിരുന്നു, ഞാൻ മറന്നുപോയായിരുന്നു. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സ്ട്രെയിൻ ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷനിലാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാലും മതി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. നമ്മൾ മാഗി മാജിക് മസാല ഇടുന്നുണ്ട്, അതിന് നല്ല എരിവാണ്. അപ്പൊ അതനുസരിച്ച് നോക്കി ഇടാം കേട്ടോ. മാഗി മാജിക് മസാലയുടെ ചെറിയ പാക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും, വലിയതും ഉണ്ട്. 1 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. നല്ല ഒരു മസാലക്കൂട്ടുകളുടെ എരിവും ആ സ്പൈസിനെസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു മസാല ഇടണം. ഇത് നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതും ടേസ്റ്റിലും നല്ല വ്യത്യാസം വരും. ചിക്കൻ ക്യൂബ്സ് ആണ് ഇടണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കി ഇടണം കേട്ടോ. ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയ സോസും കൂടി ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഡാർക്ക് സോയ സോസ് ആണ് ഞാൻ ഇട്ടെടുത്തിരിക്കുന്നത്. ഏത് സോസ് ആയാലും കുഴപ്പമില്ല. മസാല വെജിറ്റബിൾസ് ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ തക്കാളി അടിച്ചു വെച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. സൂപ്പിലെ വെള്ളം കുറവായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
തക്കാളി അടിച്ച് തൊട്ടടുത്ത് ഇപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. പുളിയും കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി വിനെഗർ ഉണ്ടല്ലോ, സുർക്ക, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഇച്ചിരി പഞ്ചസാര കേട്ടോ, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ചെയ്യാനാണ് മധുരവും പുളിയും ഉപ്പൊക്കെ. അങ്ങനെ നല്ല സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സൂപ്പ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചയ്ക്ക് ലഞ്ചിനോ രാത്രിയൊക്കെ കഴിക്കാം. നമ്മുടെ ദാഹവും വിശപ്പും എല്ലാം കെടും. ഏതൊരു കാലാവസ്ഥയിലും വളരെ ഹെൽത്തിയാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതി. കുറച്ച് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ തക്കാളി മതിയല്ലോ, അതല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ വേണ്ടത് മക്കറോണിയാണ്. അതിന് ഇത്ര പത്ത് വിലയൊന്നും ഇല്ലല്ലോ. കുറച്ച് വാങ്ങിച്ച് കുക്ക് ചെയ്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയും സ്പൈസിയും എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പുതിയതായിട്ട് ഇവിടെ വന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടുക. ലൈക്ക് അടിക്കാതെ ആരും പോകരുത് കേട്ടോ. താങ്ക് യു.